ഏകദേശം ഒരു 4,400 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. 4,4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു 2014 ഡീസൽ വണ്ടി. വില കൂടുതലൊന്നും ഇല്ലല്ലോ. അല്ല, അത് മാന്യമായ ഡീസൽ അല്ലേ. ഇനിയിപ്പോ ഒരു ആള് ഫുള്ള് പൈസ കയറ്റി വരാണെങ്കിൽ ചിലപ്പോൾ 400 രൂപയ്ക്കും കൊടുക്കും ഓണർ. അങ്ങനെ ഒരു വിഷയമുണ്ട്. മൂപ്പര് പൈസന്റെ വീക്ക്നെസ് ഉള്ള ആളാണ്. അപ്പൊ ഒരു 400 രൂപ കിട്ടിയാലും എന്ത് ചെയ്യും, റെഡി പൈസ ഒക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കൊടുക്കാം. നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സംഭവം തന്നെയാണ്. ഇത് ശരിക്കും ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കസ്റ്റമറെ കയ്യിൽ നിന്ന് കോഴിക്കോട് നിന്ന് നമ്മളൊരു വേണ്ടപ്പെട്ട ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന് മേടിച്ച് അവർ 3 ലക്ഷം രൂപ ഇതിനകത്ത് അഡീഷണൽ ചെയ്തു എന്ന് അവർ അവകാശപ്പെടുന്നത്. അതെ, 2,40,000 രൂപയ്ക്ക് 15 മോഡല് എടുത്തു കൊടുക്കാം. എത്രയായിരുന്നു NOC എടുത്ത വില? എത്രയായിരുന്നു? NOC 3,40 നമുക്ക് കൊടുക്കാം. രജിസ്റ്റർ ചെയ്തിട്ടോ? രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ 3,90. 3,90 കിട്ടൂല്ലേ? ഓഫറിലാണ് കൊടുക്കും. 3 രൂപയ്ക്കുള്ളിൽ കൊടുക്കുമോ? 2,85,000 രൂപ ഫിക്സ്ഡ് പ്രൈസ്. അതാണ് 2,85,000 രൂപയ്ക്ക് 2016 റിഡ്സ് കൊടുക്കാം. 16 റിഡ്സ് LDA അല്ലേ? 2,85 ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട് 3 രൂപയാണ് എല്ലാവരും യാർഡിലും ചോദിച്ചാൽ നമുക്ക് 2.5 ലക്ഷം രൂപ ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട് ലാഭത്തിനല്ലിട്ട് കൊടുക്കുന്നത്, വാങ്ങിയ പർച്ചേസ് ചെയ്ത വിലക്ക് കൊടുക്കുക. അതെ, 2,50,000 രൂപയ്ക്ക് നിസാൻ സണ്ണി 2013 വണ്ടി അല്ലേ? അതെ അതെ. ശരിക്കും നിങ്ങളൊരു ഇന്നോവ അല്ലെങ്കിൽ ഒരു ടൊയോട്ടയുടെ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കിയിട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ടൊയോട്ടയുടെ വണ്ടികൾ ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പിന്നെ അതർ വണ്ടികളൊക്കെ, ചെറിയ വണ്ടികളൊക്കെ എക്സ്ചേഞ്ച് ഒക്കെ വരുന്നത് കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ ഒരുപാടധികം വണ്ടികൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ടൊയോട്ടേൻ്റെ ഒരു ബ്രാൻഡിലുള്ള വണ്ടി നിങ്ങൾ ഏത് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാടധികം വണ്ടികൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ മോങ്ങത്തുള്ള റെഡ് ബെൽ യൂസേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. റെഡ് ബെൽ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം ഒരുപാടധികം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നതാണ്. ഇവിടുത്തെ വണ്ടിയുടെ സ്റ്റോക്കുകളാണെങ്കിലും ഇന്നോവ ആണെങ്കിലും അതുപോലെ തന്നെ ഫോർച്യൂണർ ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളുണ്ടാവും. അപ്പോൾ എന്തായാലും മുതലാളി വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറെ വണ്ടികൾ വന്നിട്ടുണ്ട്. വണ്ടികൾ പുതിയത് അപ്ഡേഷൻ കുറെ വന്നിട്ടുണ്ട്. നല്ല വണ്ടികൾ അല്ലേ? അതെ, നല്ല ക്വാളിറ്റി വണ്ടികൾ. ഇപ്പൊ വന്നല്ലോ 2 ഡെലിവറി ഇപ്പൊ നമ്മൾ ഇന്ന് കൊടുത്തു. തിരുവനന്തപുരത്തേക്കാ കൊടുത്തു, ഒന്ന് കണ്ണൂർക്കാ കൊടുത്തത്. രണ്ടറ്റത്തേക്കാ കൊടുത്തത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതായത് ഒരുപാടധികം വണ്ടികൾ ഇവിടെ എപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കൺഫ്യൂഷൻ. അതെ അതെ, അത് വേണം ഇത് വേണമെന്നുള്ള കൺഫ്യൂഷന്റെ വിഷയം ഇപ്പൊ നമ്മളടുത്ത് ഏറ്റവും കൂടുതലുണ്ട് കസ്റ്റമേഴ്സിന്. അതെ അതെ അതെ. ഇവരുടെ ആ ഒരു യാർഡിൽ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഒരുപാടധികം വണ്ടികൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ, ഇന്നോവന്റെ മാത്രമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ കുറച്ച് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ടൊയോട്ട ഫോർച്യൂണർ, അതുപോലെ തന്നെ ക്രിസ്റ്റ, അതുപോലെ തന്നെ ഇന്നോവ ഉണ്ട്, അതുപോലെ തന്നെ XUV എല്ലാ മിക്സ്ഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോട്ടെ. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഉപകാരം കിട്ടും. വണ്ടി അന്വേഷിക്കുന്ന ഒരുപാട്. അതെ അതെ, അതിപ്പോ എന്താ പറയുക, എല്ലാവരും ഇത് തേടി പിടിച്ച് വന്നോളണം എന്നല്ല. അപ്പൊ എന്തെങ്കിലും ഒരു ലൈക്കിന്റെ ഒരു ബട്ടൺ നെക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യാ, ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരം ആവട്ടെ. അതെ അതെ. അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നത്, ഞാൻ കുറച്ച് നല്ല കിടിലം വണ്ടി കാണിച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും നൂറുദ്ദീൻഖാനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ എന്തായാലും കൂടുതൽ പറയുന്നത് നമുക്ക് ഇന്നോവ തുടങ്ങാം. അതെ അതെ അതെ, അവിടെ നിന്ന് തുടങ്ങാം. നൂറുദ്ദീൻഖാ, അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു വെള്ള കളർ ഇന്നോവ, വൈറ്റ് കളർ ഒറിജിനൽ കേരള വണ്ടി. ഇതേതാ മോഡൽ? 2014 മോഡല് ഒറിജിനൽ കേരള. 14 ഒറിജിനൽ കേരളയാണ് അല്ലേ? അതെ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ, നല്ല ഇന്റീരിയർ. പിന്നെ ആൻഡ്രോയിഡ് ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, ബാക്ക് സ്കേർട്ട് ഉണ്ട്, ബോഡി സ്റ്റിക്കർ ഉണ്ട്. അഡീഷണൽ ഇതുമ്പോ ചെയ്യാൻ പറ്റുന്ന സംഗതികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയറും ഉണ്ടല്ലേ? അതെ അതെ അതെ. ഈ ടയറൊക്കെ പുതിയ നിങ്ങൾ മാറ്റിയതാ? ഞാൻ മാറ്റിയതല്ല, ഇത് നമ്മളൊരു വണ്ടിമേൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കുറ്റിയാടിയിൽ നിന്ന് എടുത്തതാണ്. അവർ തന്നെ മാറ്റിയതല്ലേ? എന്തൊക്കെ പറഞ്ഞാലും വണ്ടി 100 വണ്ടി വൈറ്റ് കളറിൽ കേരള വണ്ടിയിൽ നല്ല ഗെറ്റപ്പ് ഉള്ള ഒരു വണ്ടി. ഇത് നമുക്ക് എന്താ വില വരുന്നത്? നമ്മൾ 9 റുപ്യന്റെ വണ്ടിയാണ്. നമുക്കൊരു മാനസിക പരിഗണന വെച്ച് 8.25 റുപ്യക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. 2014 ഒറിജിനൽ കേരള. 14 ഒറിജിനൽ കേരള അല്ലേ? 8,75,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്റർ, സെക്കൻഡ് ഓണർ അല്ലേ? അപ്പൊ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്, നിങ്ങൾ മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇവിടെ ഇതാണെങ്കിലോ, ഇതാണെങ്കിൽ KL1 2015 വണ്ടി. 15 ആണ്. ഇതും കേരള വണ്ടിയാ? അല്ല, ഇത് റീ രജിസ്ട്രേഷൻ ആണ്. 2015 ആണ്. നല്ല അടിപൊളി അലൈവില് 4 പുത്ത ടയർ, നല്ല സൂപ്പർ സീറ്റ് കവർ, ഇന്റീരിയർ എന്ന് പറയുമ്പോ ഫുൾ ഗെറ്റപ്പ്, ഒന്നും കുറവുകൾ എന്ന് പറയാനില്ല. എന്തെങ്കിലും അപാകത ഉണ്ടോ? എങ്ങനെ? എന്തെങ്കിലും റീപ്ലേസും ഇല്ല, ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക്. ഒരു റീപ്ലേസും ഇല്ല. കറക്റ്റ് 1,90,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്ററും ആണ്. 15 റീ രജിസ്ട്രേഷൻ വണ്ടി. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ സീറ്റ് കവർ, ആൻഡ്രോയിഡ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാനില്ല ജോ, അത്രയും ഫിറ്റിംഗ്സ് ഉണ്ട്. ഒരു വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ സംഗതികളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട് അല്ലേ? അതെ 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 അതെ. ഇതൊക്കെ വണ്ടികളൊക്കെ പൈസ മുടക്കി പണി അങ്ങനെ വൃത്തിയാവും. ഇത് നമുക്ക്
എന്ത് വില കൊടുക്കാം? ഇത് 9,400 റുപ്യന്റെ വണ്ടിയാണ്, നമുക്ക് 9 ലക്ഷം രൂപക്ക് കൊടുക്കാം. 2015 വണ്ടി 9 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. എന്തെങ്കിലും മാന്യമായിട്ട് എന്താ നമ്മൾ ചെയ്തു കൊടുക്കും, വണ്ടി കണ്ടാൽ പറ്റാതെ വെക്കൂല. അതെ 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 അതെ, ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് പുറത്ത് 15 വണ്ടിയൊക്കെ 9.4, 9.5 ഒക്കെ ചോദിക്കുന്നുണ്ട്. 9.5 കുറച്ചിപ്പോ 15 കൊടുക്കാൻ പറ്റൂല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വില കുറച്ച് വിറ്റ് ശീലമായതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുക്കാം. പാടിയ പാട്ട് വീണ്ടും വീണ്ടും പാടുകയാണ്, അങ്ങനെ തന്നെ പറയുന്നത്. പിന്നെ ക്രിസ്റ്റ ആണെങ്കിലോ? ക്രിസ്റ്റ 2018 ആണ്, 18 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 18 റീ ആണ്. അതെ അതെ അതെ, 2018 റീ രജിസ്ട്രേഷൻ വണ്ടി, 1,70,70,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ്. ഇന്റീരിയർ ഒരു രക്ഷയില്ല കേട്ടോ. പ്രോപ്പർ സർവീസ് എന്ന് പറഞ്ഞാൽ 1.5, 1.60, 1.70 ഇവിടുന്ന് ടയോട്ടേന്ന്, അമാന ടയോട്ടേന്ന് സർവീസ് ഉള്ള വണ്ടിയാണ് ഈ വണ്ടി. ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. അതിന്റെ മറ്റേ സീറ്റ് കവർ ഒന്നും ഒരു രക്ഷയില്ല. സീറ്റ് കവർ, റൂഫ് റൈല്, സൈഡ് സ്റ്റെപ്പ്, അഡീഷണൽ പറയുകയാണെങ്കിൽ ഇതിലിപ്പോ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ സംഗതികളൊക്കെ ഇതിനകത്തും ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വൃത്തിയുണ്ട്, വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി, ഒരു റീപ്ലേസും ഇല്ല, ഗ്യാരണ്ടി നമുക്ക് ഈ വണ്ടിയിലൊക്കെ കൊടുക്കാം. കാരണം ഈ വണ്ടി ഇവിടെ നമ്പർ ആയിട്ട് ഓൾറെഡി ഒരു 3 കൊല്ലമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടുന്ന് 50, 60, 70 സർവീസ് ഇവിടെ വന്നത്. ഇനി 80ന്റെ സർവീസ് ചെയ്താൽ മതി എടുക്കുന്നവന്. 1,70,70,000 കിലോമീറ്റർ ഇപ്പൊ സർവീസ് കഴിഞ്ഞതാണ്. കണ്ണൂർ ഷോറൂമിൽ നിന്ന്, തൊട്ടട ഷോറൂമിൽ നിന്ന്, ടയോട്ട, അമാന ടയോട്ടയിൽ സർവീസ് കഴിഞ്ഞതാണ്. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മൾ 16 റുപ്യൊക്കെ ചോദിച്ച് വിൽക്കുന്ന വണ്ടിയാ. അതൊന്നും വേണ്ട, നമുക്ക് 15,500 റുപ്യ ഫിക്സഡ് ആയിട്ട് കിട്ടിയാൽ 2018 വണ്ടി കൊടുക്കാം. അതായത് 18 മോഡൽ G4 അല്ലേ? G4 GX പ്ലസ് തന്നെ പറയട്ടെ. ഇതിനകത്ത് സ്റ്റാറിംഗിന്റെ വോളിയം കൺട്രോൾ, കാര്യങ്ങൾ, ഇങ്ങനത്തെ അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് ഉള്ളതാണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട. ആരെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. നല്ല വൃത്തിയുള്ള വണ്ടി, 15.5 ലക്ഷം രൂപ, നെഗോഷ്യബിൾ ആണ്, ലോണും കയറും. ഇനി ഇതാ നല്ല അടിപൊളി ഒരു XUV 500, ഏതാ മോഡൽ? XUV W10 ഇതിന്റെ നമ്പർ ആണ്, നമ്പർ 100 ആണ്. 2015 മോഡലാണ് ഇത്. അതെ അതെ, 15 ആണ്. ഫുൾ ഓപ്ഷൻ W10, സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്. അതായത് 2015 ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതെ 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 അതെ, 15 ഇതിന്റെ മേലെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ? സീറ്റ് കവർ വന്ന 15 ആ ഒരു കുറവുണ്ട് എന്നുള്ളൂ. വേറെ വണ്ടി മെക്കാനിക്കൽ ആയിട്ടും പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്, പ്രോപ്പർ ആണ്. സീറ്റ് കവറൊക്കെ ഒന്നുകൂടി. അതെ അതെ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇത് 2015 വണ്ടിയാണെങ്കിലും 17 വണ്ടി രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് എടുക്കുന്ന ആളുകൾക്ക് 2 കൊല്ലത്തെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും 2 കൊല്ലത്തെ ടാക്സും കൂടുതൽ കിട്ടും. 2032 വരെ കിട്ടും. അതെ അതെ. ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് ഓടിയത് എത്രയാ? ഓടിയത് പ്രോപ്പർ സർവീസ് 1.5 ലക്ഷം കിലോമീറ്റർ, പ്രോപ്പർ സർവീസ്, സീറോ ക്ലെയിം. ഇത് നമുക്ക് ഫുൾ ഓൺലി വണ്ടി കൊടുക്കാം. 8.5 ലക്ഷം റുപ്യ നമ്മൾ ആസ്ക് ചെയ്യുന്നുണ്ട്. 8.4 ലക്ഷം റുപ്യക്ക് വിത്ത് ഫുൾ ലോണും കൊടുക്കാം. 8,50,000 രൂപയ്ക്ക് 15,25,000. 8.4 നമുക്ക് എന്താ ചെയ്യാം, ഫുൾ ലോണും കൊടുക്കാം. ഈ വണ്ടിയിലൊക്കെ വേണ്ട നല്ല പ്രൊഫൈലുള്ള ഒരു കസ്റ്റമർ ആണോ, 8.4 ലക്ഷം റുപ്യ എഗ്രി ലോണും കൊടുക്കാം അല്ലേ? ഉറപ്പായിട്ടും കിട്ടും അല്ലേ? കിട്ടും. എഗ്രി 15 W10 അല്ലേ? ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി, അതും ഏറ്റവും ടോപ്പിന്റെ കിടിലിനൊരു വണ്ടി. അതെ അതെ, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഫോർച്യൂണർ 2013 4x4 മാനുവൽ. 4x4 മാനുവൽ. അതായത് ഈ വണ്ടി ഒരു പ്രത്യേകത, ഇത് തപ്പി നടക്കുന്ന ഒരുപാട് ആൾക്കാർ. അതെ, ഇത് മല കയറാനും കുന്ന് കയറാനും റബ്ബർ എസ്റ്റേറ്റിക് ഒക്കെ പോകേണ്ട ആളുകൾക്ക് പ്രോപ്പർ ഓഫ് റോഡിങ്ങിന് വേണ്ടി പറ്റുന്ന സാധനമാണ്. അതെ അതെ. കാരണം ഈ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഗിയർ ബോക്സ് കൊണ്ടൊന്നും നിങ്ങൾക്ക് ഓവർ ഓഫ് റോഡിംഗ് ഒന്നും നടക്കൂല. അപ്പൊ ഇതെന്തായാലും നിങ്ങൾക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനം അല്ലേ? അതെ അതെ അതെ, നല്ല നീറ്റ് വണ്ടി അല്ലേ? വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ്. കിലോമീറ്റർ ഇതിനകത്തുള്ളത് 1,70,70,000 കിലോമീറ്റർ ആണ്. അത് ജെന്യുവൻ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ, ആൻഡ്രോയിഡ് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ TRD, പിന്നെ സ്പോർട്ടീവോ എന്ന് പറഞ്ഞ RC അടക്കം വരുന്ന TRD കിറ്റ് കമ്പനിന്ന് ടയോട്ട ഷോറൂമിൽ നിന്ന് കയറിയ വണ്ടിയാണ്. TRD സ്പോർട്ടീവോ RC തന്നെ ഉണ്ട്. അത് വരുന്നവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. അതായത് 2013 മോഡൽ 13 4x4 മാനുവൽ. അതായത് 27/11/2013 അതിന് ഡെലിവറി സ്റ്റിക്കർ പോലും പോയിട്ടില്ല. അന്ന് നമ്പർ ഫാൻസി ആയിരുന്നു 800, ഒന്ന് ഫാൻസി അല്ല എന്നുള്ളൂ. അതെ അതെ, 26/82. 13 ഓട്ടം എത്ര? ഓട്ടം ഇതിനകത്തുള്ള 1.60 ജെന്യൂൻ അല്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അതായത് കോട്ടയത്ത് നമ്പറായ സെക്കൻഡ് ഓണർ വണ്ടി. TRD സ്പോർട്ടീവോ എന്ന് പറഞ്ഞ സാധനം. ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട, നോക്കിക്കോളൂ. നമുക്ക് എന്ത് വില കൊടുക്കാം? നമ്മൾ എല്ലാവരും ഇതിന് 13, 13.5 ഒന്ന് ചോദിക്കും. അതൊന്നും വേണ്ട, നമുക്കൊരു 12.5 ലക്ഷം റുപ്യ കിട്ടിയാൽ കൊടുക്കാം. 13 വണ്ടി, 13 4x4 മാനുവൽ. അടിപൊളി. 4x4 മാനുവൽ 13 പ്രൊഫൈലുള്ള ആളാണെങ്കിൽ ഒരു 11 ലക്ഷം റുപ്യ ലോണും കിട്ടും ഉറപ്പായിട്ടും. ഗ്യാരണ്ടി 1.5 ലക്ഷം റുപ്യ മുടക്കിയാൽ അല്ലേ? അതെ അതെ, നിങ്ങൾ നോക്കിക്കോട്ടെ. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. അതുകൊണ്ട് ഈ ഈ ക്രിസ്റ്റ KL11 കോഴിക്കോട് റീ രജിസ്ട്രേഷൻ ചെയ്ത 2017 മോഡൽ 18 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. 17 മോഡൽ 18 വണ്ടി അല്ലേ? അടിപൊളി. ഇത് G4 തന്നെയല്ലേ? G4 തന്നെയാണ്. ഇതിലും ഫ്രണ്ട് 2 പുത്തൻ ടയർ കിടക്കുന്നുണ്ട്. അതെ, അഡീഷണൽ പറയുമ്പോൾ പറഞ്ഞില്ല, സൈഡ് സ്റ്റെപ്പ്, റൂഫ് റൈൽ, എല്ലാ ഫിറ്റിംഗ്സും അഡീഷണൽ ഇതിനകത്തുണ്ട്. ഉണ്ടല്ലേ? എന്തെങ്കിലും അപാകത? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം.
ആക്സിഡന്റോ ഒന്നുമില്ല ഗ്യാരണ്ടി. അതൊക്കെ നമ്മൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് എടുത്ത വണ്ടി. നമ്മൾ അവിടെ ഹരിയാനയിൽ നിന്നും ഡൽഹിയിൽ നിന്ന് എടുത്തല്ല, ഇവിടെ കോഴിക്കോട് നമ്മൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് എടുത്ത വണ്ടി. അതെ അല്ല, ഇതും ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ഉണ്ട്. ഇത് GX Plus അങ്ങനെ GX Plus എന്നൊക്കെ പറയൂ. ഇതിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19 GX Plus ഉള്ളൂ. ഇത് അഡീഷണൽ കയറ്റിയതാണ്. എന്തായാലും GX Plus എന്ന് തന്നെ പറയാം അല്ലേ? അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു കളർ, സ്റ്റാൻഡേർഡ് ബ്രോൺസ് കളറാണ്. 1,90,000 കിലോമീറ്റർ ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടിയാണ്. അടിപൊളി. 17 മോഡൽ 18 രജിസ്ട്രേഷൻ വണ്ടി. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 15,500 റുപ്യന്റെ വണ്ടിയാണ്. 15 ലക്ഷം റുപ്യ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം. 17-18 ക്രിസ്റ്റ കൊടുക്കാം. 15 ലക്ഷം രൂപയ്ക്ക് ഇവിടെ പേപ്പർ ആക്കിയ നല്ല ക്ലീൻ പീസ് വണ്ടി, പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് 15 ലക്ഷം റുപ്യ IDV എടുത്തു കൊടുക്കാം അല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കിക്കോട്ടോ. നല്ല വൃത്തിയുള്ള ഒരു വണ്ടി വേണമെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണ്ട. നല്ലൊരു സിൽവർ വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ, KL10 BK റീ രജിസ്ട്രേഷൻ ചെയ്ത 2016 മോഡല്. 16 മോഡല് സെക്കൻഡ് ഓണർ വണ്ടി. അടിപൊളി, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. അതെ. അതായത് ഈ ഒരു ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി അതെ. 2016 കൂടി ഈ അധ്യായം അവസാനിച്ചണല്ലോ. അവസാനിക്കുന്നത്തെ ലാസ്റ്റിലെ വണ്ടി. അതൊരു വല്ലാത്തൊരു അധ്യായമായിരുന്നു. അതെ 16 പിന്നെ സീറ്റ് കവറൊക്കെ ഒന്ന് കാണിക്കാച്ചു. എന്താണ് അതിന്റെ സീറ്റ് കവർ? ഗെറ്റപ്പുള്ള ഒരു സീറ്റ് കവറാണ് അതൊക്കെ. പിന്നെ പറയാണ്ടോ, നല്ല വൃത്തിക്ക് ചെയ്ത വണ്ടിയാണ്. അഡീഷണൽ നമ്മൾ പറയുമ്പോ എന്താ ആ സീറ്റ് കവർ, ആൻഡ്രോയിഡ്, ക്രിസ്റ്റന്റെ വീല്, പ്രൊജക്ടർ ലൈറ്റ്, ഇങ്ങനെ ഒരുപാട് സംഗതികൾ പറയാണ്ട്. അതെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതെ 16 നല്ല ക്വാളിറ്റി വണ്ടി. ഇത് റീ വണ്ടി നിലവിൽ KL10 രജിസ്റ്റർ ആയ വണ്ടിയാണ്. അതെ. ഇത് നമുക്ക് ഇത് 10,000 റുപ്യന്റെ വണ്ടിയാണ്. നമുക്ക് 10,400 റുപ്യന്റെ ഫൈനലിൽ കൊടുക്കാം. അത് പിന്നെ പേപ്പറൊക്കെ ഇത് KL10 ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത് ഓരോ പേർക്ക് നമ്മൾ മാറ്റി കൊടുക്കാം. ഒന്നും വരണ്ട, എല്ലാം ഉണ്ടാവില്ല. പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. ഇല്ലാത്ത വണ്ടിക്ക് മിനിമം നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്ന വണ്ടിക്ക് മിനിമം 45 ഡേയ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. അത് ഏത് വണ്ടി, അത് നമ്മളൊരു കച്ചവടത്തിന്റെ ഒരു ഹൈലൈറ്റ് അതാണ്. പിന്നെ ഓരോ പേർക്ക് നമ്മൾ മാറി കൊടുക്കും. ഫിനാൻസ് ആകുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ മാറിക്കോളൂ അല്ലേ? ഇതൊക്കെ നമുക്ക് എന്ത് ലോൺ കയറുക? ഇതൊക്കെ ശരാശരി 1 റുപ്യ മുടക്കിയാൽ മതി. 9 റുപ്യ സുഖമായിട്ട് 16 വണ്ടിയല്ല 8-9 റുപ്യ സുഖമായിട്ട് ലോൺ കിട്ടും അല്ലേ? 10,25,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ്സ് പറഞ്ഞാൽ 1 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് നമ്മൾ ഓരോ സംഗതികൾ ചെയ്യുമ്പോൾ ക്രിസ്റ്റന്റെ വീല്, പ്രൊജക്ടർ ലൈറ്റ്, ആൻഡ്രോയിഡ്, അടിപൊളി ക്രിസ്റ്റ ടൈപ്പ് സീറ്റ് കവറൊക്കെ ഉള്ള വണ്ടിയാണ്. പറയുമ്പോൾ കസ്റ്റമർ ചെയ്യുമ്പോൾ എന്താ അറിയോ, 1 ലക്ഷം റുപ്യയിൽ ഒരു കുറവില്ല. അതെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ, 10,25,000 രൂപയ്ക്ക് അത് എടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി സിൽക്കി ഗോൾഡ് ഉണ്ടല്ലോ. 2015 മോഡലാണ്. ഇതിന്റെ മെയിൻ ഗ്ലാസ്, ബോണറ്റ്, ബമ്പർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. മേജർ കേസ് അല്ല, മൈനർ ആണ്. 15 മോഡലാണ്. 15. അപ്പൊ എന്തായാലും ടൈപ്പ് 4 ആക്കാൻ വേണ്ടി മാറിയതല്ല. അല്ലല്ല, ഒറിജിനൽ ടൈപ്പ് 4 വണ്ടിയാണ്. 15 ഒറിജിനൽ ടൈപ്പ് 4 ഉള്ള വണ്ടിയാണ്. അപ്പൊ ചെറിയൊരു ഇടി കുടുങ്ങിയിട്ടുണ്ട്. അല്ല, മേജർ അല്ല അജോ. എന്നാലും നമ്മളുള്ള സംഗതികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അതെ. ബാക്കിൽ 2 പുത്തൻ ടയറും ഉണ്ട്. ബാക്കിൽ 2 പുത്തൻ ടയർ ഉണ്ട്. പുതിയ ഫസ്റ്റ് ക്ലാസ് മുന്നിലും ഉണ്ട്. മുന്നിൽ 2 അപ്പോളോന്റെ ടയർ, ബാക്കിൽ 2 സിയറ്റിന്റെ ടയർ. അതെ അല്ലേ? നല്ല ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ ആൻഡ്രോയിഡ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. സീറ്റ് കവർ മോശമൊന്നുമില്ല. ഇത് മോഡൽ 15. 15 ഓടിയത് എത്രയാ? ഓടിയത് ഇതിനകത്തുള്ള കിലോമീറ്റർ 1,90,000. അതൊന്നും പ്രോപ്പർ ആണെന്ന് നമ്മൾ പറയാം. എന്തായാലും കിലോമീറ്റർ നമ്മൾ ഗ്യാരണ്ടി പറയണ്ട. വണ്ടി വരുന്ന ആളുകൾ വന്ന് നോക്കിയിട്ട് എഞ്ചിന്, ഗിയർ ബോക്സ്, മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ് ഉണ്ടോ, വണ്ടി ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നവരും ആ ഒരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. ഏത് വണ്ടി കൊടുക്കുമ്പോൾ 2 ദിവസത്തെ ചെക്കിംഗ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. നിലവിൽ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇന്ധനം അടിക്കുക, ഓടുക. ഇത് നമുക്ക് ഏകദേശം പ്രൊഫൈലുള്ള ഒരു 50 റുപ്യൊക്കെ മുടക്കിയാൽ 8.5 റുപ്യക്ക് നമുക്ക് ഫിക്സഡ് ആയിട്ട് കൊടുക്കും. 15 വണ്ടി 8.5 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 9 വണ്ടിയല്ലേ? 9.5 കുറച്ച് എന്തായാലും 15 വണ്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ഗ്ലാസും ബോണറ്റും മാറിയതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് വിലയിൽ 1 റുപ്യ കുറച്ച് കൊടുക്കുന്നത് അല്ലേ? അടിപൊളി. അപ്പൊ നോക്കിക്കോളൂ, 8.5 രൂപയ്ക്ക് നിങ്ങൾക്ക് ലോണും കിട്ടും. അതെ 50,000 രൂപ ഇറക്കി കൊണ്ടുപോകും. അതെ. ഇനി ഇതാണെങ്കിലോ? ഇത് 2012 KL65B 70 നല്ല ഫാൻസി നമ്പറൊക്കെ ഉള്ള 2012 ഒറിജിനൽ കേരള വണ്ടി. ഇത് 12 വണ്ടിയല്ലേ? 12 ആണ്, ഒറിജിനൽ കേരളയാണ്. കണ്ടാൽ ഒരാളും പറയില്ല 12 ആണ്. അതെ. കാരണം അത്രയും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടല്ലേ? അതെ. കൂളിംഗ് കൊട്ടിച്ച് നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാനും. ഇത് ഓടിയ എത്രയാ? ഓടിയ കിലോമീറ്റർ 1,80,000 കിലോമീറ്റർ കറക്റ്റ് ആണെന്നുള്ളതാണ് നമ്മൾ അവകാശപ്പെടുക. 12V ആണെന്ന് തോന്നുന്നു. 12V. ആ മ്യൂസിക് സിസ്റ്റം കണ്ടാ അറിയാം. ഇതെന്തായാലും അത്യാവശ്യം 2,40,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ്. 12V വണ്ടി 2,40,000 പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. അതെ. ഇതും അലോയിലും കാര്യങ്ങളൊക്കെ വരും. അലോയിൽ നമ്മൾ അഡീഷണൽ പറയണ്ടല്ലോ, ക്ലൈമറ്റ് കൺട്രോൾ, AC, കമ്പനി സ്റ്റീരിയോ, ABS, എയർ ബാഗ്, അലോയ്സ്, ഇതൊക്കെ ഇപ്പൊ വണ്ടിയിൽ വരുന്നതാണല്ലോ. അതെ. 12 ആണെങ്കിലും നല്ല വൃത്തിയിൽ ടൈപ്പ് 4 ആക്കിയതാണ്. അതെ. ഇത് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 8.5 റുപ്യാണ്. 9.5 റുപ്യാണ്. സോറി, 9.5 റുപ്യാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഒരു 9.25 റുപ്യ നമുക്ക് കൊടുക്കാം. 12 വണ്ടി 9 കൂടുതലല്ലേ? ഇല്ല, 12 ഒറിജിനൽ കേരള അല്ലേ, റീവണ്ടി അല്ലല്ലോ.
ഒറിജിനൽ കേരള കേരള വണ്ടി. നമുക്ക് എന്തെങ്കിലും കുറയ്ക്കാണ്ട് മാന്യമായിട്ട് എന്താ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുവരെ നിങ്ങള് പറയിപ്പിച്ചിട്ടില്ല. അല്ല, അങ്ങനെ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ കേരള വണ്ടിയൊക്കെ ആവുമ്പോൾ എന്താ പറയുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൊട്ടടക്കന്റെയും പൊന്നിന്റെയും വില കൂടുകയാണ്. കേരള വണ്ടി എന്ന് പറയുമ്പോൾ അതിനൊരു ഡിമാൻഡിൽ കൊടുക്കുന്ന ആളുകളും വാങ്ങുന്ന ആളുകളും ഉണ്ട്. ഒരു കാര്യമില്ല, വണ്ടി മെക്കാനിക്കൽ പക്കയാണെന്നുള്ളൂ, ഏതാണെങ്കിലും വിഷയമൊന്നുമില്ല. വണ്ടി ക്വാളിറ്റി വേണമെന്നുള്ളൂ. എന്തിപ്പോ റിയായി അല്ല കേരള എന്തായാലും കാര്യങ്ങളിലായി ഒരു കാര്യങ്ങളും ഇല്ല, വണ്ടി ക്വാളിറ്റി വേണം. പിന്നെ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് കുറച്ച് വില അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് ഏതാ സാധനം? സിറ്റി. ഇത് ഹോണ്ട സിറ്റി 2014 മോഡല്. 14. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. വൃത്തിന്റെ ബ്ലാക്ക് കറുത്ത കുട്ടിയാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത്. കണ്ണൊന്ന് ക്ലിയർ ആക്കാൻ. അതെ, അവർക്ക് ഒന്ന് പോളിഷ് അടിച്ചാൽ നമുക്കൊന്ന് ഉഷാറാക്കി കൊടുക്കാം. ഇത് നമ്മളൊരു കസ്റ്റമർ പാർക്കിംഗ് സെയിലിന് വെച്ച വണ്ടി, നമ്മളെ സുഹൃത്ത് വെച്ചതാണ്. മോഡൽ 2014 അന്നത്തെ ഫുൾ ഓപ്ഷൻ. അതായത് ABS, എയർ ബാഗ്, അലവിലൊക്കെ വരുന്ന എന്താ SVO എന്താന്ന് പറയല്, VX. അതുപോലെ തന്നെ ഇന്റീരിയർ എല്ലാ സംഗതികളും ഓക്കെ ആണ്, എല്ലാ ഫീച്ചേഴ്സും. ഡീസൽ അല്ലത്? ഡീസൽ. മൈലേജിന്റെ ഒരു ബഹ്റൈക്കാരട്ടോ ജോത്. 24 കിലോമീറ്റർ മൈലേജ് ഹോണ്ട സിറ്റിക്ക് ഉറപ്പല്ലേ? 24, 20 മേലെ 22, 24 കിട്ടും. നമ്മൾ ഉപയോഗിച്ച വണ്ടിയാണ് ഹോണ്ട സിറ്റി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഹൈവേയിൽ ഉറപ്പായിട്ടും കിട്ടും 24 മേലെ. ഇത് നമുക്ക് എന്ത് മോഡൽ? 2014 SV ആണ്. ഓടിയ കിലോമീറ്റർ ഇതിനകത്തുള്ള 1.10 ഒന്നും ജെന്യൂൻ ആണെന്നൊന്നും നമ്മൾ പറയണ്ട, എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 4,000 റുപ്യ നമ്മൾ ആസ്ക് ചെയ്യുന്നത് 14 വണ്ടിക്ക്. ഏകദേശം ഒരു 4,400 റുപ്യ നമുക്ക് ഫൈനലായിട്ട് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം. 4,5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു 2014 ഡീസൽ വണ്ടി. വില കൂടുതലൊന്നും ഇല്ലല്ലോ. അല്ല, അത് മാന്യമായ ഡീസൽ അല്ലേ? ഇനിയിപ്പോ ഒരു ആള് ഫുള്ള് പൈസ കയറ്റി വരാണെങ്കിൽ ചിലപ്പോൾ 4 റുപ്യക്കും കൊടുക്കും ഓണർ. അങ്ങനെ ഒരു വിഷയമുണ്ട്. മൂപ്പര് പൈസന്റെ വീക്ക്നെസ് ഉള്ള ആളാണ്. അപ്പൊ ഒരു 4 റുപ്യ കിട്ടിയാലും എന്ത് ചെയ്യും, റെഡി പൈസ ഒക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങി കൊടുക്കാം. 3.5 കൊണ്ടുവന്നാൽ കിട്ടുമോ? അത് കിട്ടൂല. നമ്മള് 4.5 വേണമെന്ന് പറഞ്ഞാണ്. 4.4 കുറച്ച് കൊടുക്കേണ്ട പൈസന്റെ ആവശ്യമുള്ള ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നത്. നമുക്കൊരു 4 റുപ്യ കിട്ടിയാൽ എന്ത് ചെയ്യാം, പിരിച്ചു വിടും. റെഡി ക്യാഷ് ആണെങ്കിൽ ഇത് നോക്കിക്കോട്ടെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പ്രൊഫൈലുള്ള 4 ലക്ഷം റുപ്യ ലോണും കിട്ടും. 14 ഡീസൽ വണ്ടിയല്ലേ, എന്തായാലും കിട്ടേണ്ടതാണ്. എന്തായാലും കിട്ടും. അതുപോലെ തന്നെ ഒരു കിഡിലൻ സാധനം കാണിച്ചത്. കിഡിലൻ ഞാൻ പറഞ്ഞതിന്റെ കാരണം ഒരു കിഡിലൻ തന്നെയാണ്. കേൾപ്പാവുന്ന BT നമ്പർ 16, അതായത് 18 ഇഞ്ചിന്റെ അലോയിലൊക്കെ ചെയ്ത വണ്ടി. അതുപോലെ ഹെഡ്ലൈറ്റ് മാറ്റി ചെയ്തിട്ടുണ്ട്. ഇത് ഒരു രക്ഷയില്ല അല്ലെ വണ്ടി. അതിന്റെ ഇന്റീരിയറിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതെ. ഇതിപ്പോ മോഡൽ ഏതൊക്കെ? ഇത് 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ. നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കസ്റ്റമറെ കയ്യിൽ നിന്ന്, കോഴിക്കോട് നിന്ന് നമ്മളൊരു വേണ്ടപ്പെട്ട ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന് മേടിച്ച് അവർ 3 ലക്ഷം റുപ്യ ഇതിനകത്ത് അഡീഷണൽ ചെയ്തു എന്ന് അവർ അവകാശപ്പെടുന്നത്. ഈ സീറ്റ്, ആൻഡ്രോയിഡ്, പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ, ടൈലാമ്പ് പ്രൊജക്ടർ, ഇത് പിന്നെ ഈ വീലിനും ഇതിനും തന്നെ കൊടുത്തിന് 75,000 റുപ്യ എന്നാ ഒരു പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 18 ഇഞ്ചിന്റെ അത്രയും വലിയ ടയറും വീലും അല്ലേ. അതെ. പിന്നെ ഇത് മോഡൽ ഏതാ പറഞ്ഞ? 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ. 14 രജിസ്ട്രേഷൻ അല്ലെ? വി ആണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടി കേട്ടോ, ഒരു കുറ്റം പറയാനില്ല. അതുപോലെ തന്നെ നല്ല കട്ട ടയർ കിടക്കുന്നുണ്ട്. ഇന്റീരിയർ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, പിന്നെ ഞാൻ പറയേണ്ട കാര്യം. അതെ, ഇന്റീരിയറിലാണ് ഇതിന്റെ ഏറ്റവും വലിയ കിടപ്പ്. ഞാൻ പറഞ്ഞില്ല 3 ലക്ഷം റുപ്യ ഒരു കസ്റ്റമർ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് വരും. കസ്റ്റമർ ഇത് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓരോ കമ്പത്ത് റങ്ക് കയറിയാണ്ട് ചെയ്യുന്ന സംഗതികൾ. അത് വല്ലാത്ത റങ്ക്. അതെ, അതിനകത്തൊന്നും എന്താ പറയുക കാര്യങ്ങളില്ല. വണ്ടി ഞാൻ പറഞ്ഞില്ല മെക്കാനിക്കലായിട്ട് പെർഫെക്റ്റ് ആവണമെന്നുള്ളൂ. ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് കണ്ണടിച്ച് പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണം വണ്ടി, അത്രേ ഉള്ളൂ. റെഡിയാണോ? നമ്മളെല്ലാ വണ്ടികളും റെഡി, അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ വെക്കലുള്ളൂ. ആയിക്കോട്ടെ. ഇതിപ്പോ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. പറയുന്നോണ്ട് ഞാൻ ഓരോന്നും ചോദിക്കാത്ത. അല്ല, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ വരുന്ന ആളുകൾക്ക് പിന്നെ നമ്മൾ പറഞ്ഞില്ല, എല്ലാ വീഡിയോയിലും നമ്മൾ പറയലുണ്ട്, വരുന്ന ആളുകൾക്ക് എല്ലാ അവസരവും നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, ആളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, എല്ലാ സംവിധാനങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഇത് 9 റുപ്യ നമ്മൾ നെറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. 13 വി വണ്ടി 3 ലക്ഷം റുപ്യന്റെ ഫിറ്റിംഗ്സ്. അപ്പൊ 9 3 ലക്ഷം റുപ്യ കുറച്ച് കഴിഞ്ഞാൽ 6 ലക്ഷം റുപ്യ വില വരും. അപ്പൊ അത് വേണ്ട, നമുക്ക് എന്താ ചെയ്യാ, 9 റുപ്യാണ്. വേണ്ടാത്തവരുണ്ടെങ്കിലോ? അല്ല, ഫിറ്റിംഗ്സ് വേണ്ട. ഈ സീറ്റ് കവറൊന്നും കണ്ടിട്ട് ഒരാളും വേണ്ടാന്ന് പറയൂല. നമ്മൾ ചൊറുക്കുള്ള പെണ്ണിനെ കണ്ട അപ്പൊ കിട്ടൂലേ അല്ലേ എന്നതുപോലെയാണ് ഇതിന്റെ സിസ്റ്റം. ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള ഒരു വണ്ടി എന്തായാലും ആളുകൾ വന്നാണ്ട് വേണ്ടാന്ന് പറയില്ല. സത്യമായിട്ട് വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്, അത് നമ്മൾ ഒന്നും പറയാനില്ല കാര്യത്തില്. 9 ലക്ഷം രൂപ അല്ലെ? 9 ലക്ഷം റുപ്യ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അടിപൊളി ക്ലീൻ പീസ് വണ്ടി. ഇതാ ഒരു റിച്ച് ഇറക്കണ്ടല്ലോ, റിച്ച് ഒന്ന് കാണിച്ചു കൊടുത്താലോ? റിഡ്സ് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ചെറിയൊരു ചായ പൈസന്റെ വണ്ടിയാണിത്. കാക്കത്തൂരിയല്ലോ ഗ്ലാസ്സിൽ. അത് കുഴപ്പമില്ല, അത് ഈ ഫ്രൂട്ട്സ് കടീന്നേ വരുന്നതാ. ഇത് ശരിക്കും ഏതാ മോഡല്? 2015 LXI പെട്രോൾ റിഡ്സ്. LXI ആണ്? LXI ആണ്. മിഡിൽ ബേസ് വണ്ടിയാണ്. ബേസ്. പവർ വിൻഡോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. AC പവർ സ്റ്റാറിംഗ് ഉള്ള വണ്ടിയാണ്. പവർ വിൻഡോ അല്ല, നല്ല സീറ്റ് കവർ ഉണ്ട്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ പറയുമ്പോൾ ഞെട്ടിക്കുന്ന വില കൊടുക്കാൻ പറ്റുമോ? ഞെട്ടിക്കുന്ന വിലക്ക് തന്നെ കൊടുക്കാം. എത്ര ഞെട്ടിക്കുന്ന? എന്താണ് നിങ്ങളെ കാഴ്ചയിൽ നിങ്ങൾ എന്ത് വില പറഞ്ഞാലും ഞെട്ടി. ആദ്യം പറഞ്ഞു ഇത് മോഡൽ ഏതായിരുന്നു? 2015 LXI. 15 മോഡൽ LXI ആണ്? അതെ, 15 LXI. നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു വില അങ്ങോട്ട് പറയാന്നേ.
ഞെട്ടിക്കുന്നൊരു വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2,40,000 ഉറുപ്പിക ഇത് കൊടുക്കാം. അത് ഞെട്ടും. ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ഒരു 2.5 രൂപ കൊടുക്കുമെന്ന് ചോദിക്കാൻ നിൽക്കുക. 2,40,000 ഉറുപ്പിക. ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാട്ടോ. ഇവിടെ നമ്മൾ ചെറുവണ്ടികൾ ഒരു 5-8 കാണിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ചിന് കസ്റ്റമറെ കയ്യിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. വരുന്ന ആളുകൾക്ക് ഇന്ധനം അടിക്കുക, ഓടുക. 2,40,000 രൂപയ്ക്ക് 15 മോഡല് LX അല്ലേ? അതെന്തായാലും അടിപൊളി പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വെറും 2,40,000 നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ. അതെ അതെ അതെ, മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ എന്താ ഇതാണെങ്കിലോ, എറ്റിയോസ്. ഇത് ക്രോസ് ആണ്, ഹരിയാനക്കാരനാണ്, നിലവില് തലീകെട്ടുകാരനാണ്. ഹരിയാനയിൽ തലീകെട്ട് കിട്ടുന്ന ഒരാളെ വണ്ടിയാണ്. അപ്പൊ ആയതുകൊണ്ട് നമുക്ക് എന്താ ചെയ്ത് അല്ല ഗുണങ്ങളല്ല ജോ ഞാൻ പറഞ്ഞത്. ഹരിയാനയിൽ അങ്ങനെയാണല്ലോ. നമ്മളെ വേണ്ടപ്പെട്ട ഒരു സാബ് ഉണ്ട്, മൂപ്പര വണ്ടിയായിരുന്നു. നമ്മൾ അവിടെ പർച്ചേസിങ്ങിന് പോകുമ്പോഴേ അപ്പൊ സാബിനോട് ബൈ ലേക്കേജ് ആവോ എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുവന്ന മുതലാണ്. ഇതിപ്പോ മോഡലോ, മോഡൽ 2014 മോഡല്, 2015 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല നീറ്റ്. ഇതൊക്കെ ലിവ ഇറങ്ങുന്നതിന്റെ ഒരുപാട് 1.5 ലക്ഷം റുപ്യ അഡീഷണൽ വിലയുള്ള സാധനമാണ് ഇത്. പിന്നെ കുറച്ച് കൊമ്പും ചിറകും ചുള്ളിയൊക്കെ ഏറുണ്ടെന്നുള്ളൂ. വണ്ടി കോപ്പർ റെഡ് നല്ല കളറുമാണ്. ഈ ക്രോസ് ശരിക്കും ഒരു സ്പെഷ്യൽ എഡിഷൻ തന്നെ വരുന്ന. അതെ 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 അതെ. ഇത് മോഡൽ ഏതായിരുന്നു? 2014-15 വി ഓപ്ഷൻ ആണ്. ഒരേ ഭാഗത്തില്ലല്ലോ. ഡീസൽ ആണ് കേട്ടോ. വി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ വി എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ ആണ്. VX ഇതിൽ എന്താ വെച്ചാൽ GD VD VXD, അതായത് ഏറ്റവും ഫുള്ള് നേരെ. അതെ അതെ അതെ. ഇതിപ്പോ ഓടിയതോ? ഇത് ഓടിയ കിലോമീറ്റർ 1,40,000 അല്ലെങ്കിൽ 1,60,000 കറക്റ്റ് ആണെന്ന് നോക്കണം. അതായത് കിലോമീറ്റർ നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ല. അതെ അതെ. ഇത് വേറെ ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ്. എന്തുവല്ലിക്ക് കൊടുക്കാം? ഇത് നമുക്ക് KL ആക്കിയിട്ട് ഒരു 3,90 കൊടുക്കാം. അല്ല കേരളത്തിൽ എവിടേക്കും നമുക്ക് NOC എടുത്താണ്ട് എന്ത് ചെയ്യാം, ഒരു 3,40 കൊടുക്കാം. 14-15 വണ്ടി ഡീസൽ വണ്ടി. എന്ത് വർത്താനം പറയുന്നത്? അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സാബ് തന്ന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കും. അടിപൊളി കേട്ടോ. അതായത് 3,40,000 രൂപ. HR പ്രൈവറ്റ് വണ്ടി അങ്ങനെ കൊണ്ടുനടക്കുന്നതിന് ആരും ഒന്നും കാട്ടൂല. ലൈഫ് ടാക്സ് ഉള്ള വണ്ടി, ഇൻഷുറൻസ് ഉണ്ട്, പൊല്യൂഷൻ. അല്ല കേരളത്തിൽ എവിടേക്കും നമുക്ക് NOC എടുത്ത് കൊടുക്കാം. എത്രയായിരുന്നു NOC എടുത്ത വില? എത്രയായിരുന്നു? വിത്ത് NOC 3,40 നമുക്ക് കൊടുക്കാം. രജിസ്റ്റർ ചെയ്തിട്ടോ? രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ 3,90. 3,90 കിട്ടൂല്ലേ? ഞാൻ മറ്റേ വണ്ടി എടുക്കുന്നതിന് മുമ്പാണ് ഇത് മൈലേജ്. അതാണ് നമ്മൾ കേട്ടോ ലിവ ഹോണ്ട സിറ്റിനോട് പറഞ്ഞ 22 കിലോമീറ്റർ ഗ്യാരണ്ടി. ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. ടയോട്ടന്റെ വണ്ടിയല്ല, ഇന്ധനം അടിക്കുക, ഓടുക, അങ്ങനെ ഓടിക്കോളൂ അല്ലേ? ഞാൻ I-20 എടുക്കുന്നതിന് മുമ്പാണ് ഇത് കണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുത്തത്. അതായത് നല്ല ക്ലീൻ പീസ് വണ്ടി, ഫുൾ ഓണും കിട്ടും. രജിസ്റ്റർ ചെയ്താലേ കിട്ടുള്ളൂ അല്ലേ? അതെ അതെ അതെ. നോക്കിക്കോളൂ, അത് മിസ് ചെയ്യണ്ട. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ ഈ റിറ്റ്സ് ഇത് 2016 ആണ്. LDI ആണ്. ഡീസലില്. അതെ അതെ. റിറ്റ്സ് 16 അവസാനിച്ചു എന്ന് എന്റെ ഓർമ്മ. 16 നിർത്തി. അന്നത്തെ ലാസ്റ്റ് വണ്ടി. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. 16 അപേക്ഷിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ഡോർ ബീഡിങ് കുറവുണ്ട്, ഇവിടെ ഒരു ഡോർ വൈസർ കുറവുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ കേസുകൾ. അതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചാവക്കാട് നമ്മൾ ഷംസീർ കമൂപ്പര കയ്യിൽ നിന്ന് എക്സ്ചേഞ്ചിൽ എടുത്ത ഒരു ഇന്നോവ എക്സ്ചേഞ്ച് ചെയ്ത് എടുത്ത വണ്ടിയാണ്. പിന്നെ വേറൊരു കേസ് പറഞ്ഞത്, അതായത് പവർ വിൻഡോസ് ഇല്ല എന്നുള്ള ചോദിച്ചാൽ വേറെ ഒരു വിഷയമില്ല. ഒരു 10,20,000 രൂപ നിങ്ങൾക്ക് 4 പവർ വിൻഡോസ് കമ്പനിയിൽ നിന്ന് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അത് ചെയ്യാം. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസലാണ്. പിന്നെ 16 മോഡൽ ഉണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ്. അതെ 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 അതെ. ഇത് എന്ത് വിലക്ക് കൊടുക്കും ഇപ്പങ്ങള്? ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ തന്നെ കൊടുക്കാം. എന്താ ഓഫർ? എന്തോ വില ഉണ്ടാവും? നിങ്ങളൊരു കാഴ്ചപ്പാടിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ വീഡിയോ ചെയ്യണല്ലേ. നമ്മൾ ചെറുവണ്ടിന്റെ കച്ചവടം കുറവാൻ പറഞ്ഞില്ല. ഈ കാണിക്കുന്ന ചെറുവണ്ടികളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്താൽ എന്താണ് നിങ്ങൾ പറയുന്ന വിലക്ക് ഞാൻ ഓഫറിലാണ് കൊടുക്കും. 3 രൂപ കൊടുക്കുമോ? 2,85,000 രൂപ ഫിക്സ്ഡ് പ്രൈസ്. അതാണ് 2,85,000 രൂപയ്ക്ക് 2016 റിറ്റ്സ് കൊടുക്കാം. 16 റിറ്റ്സ് LDI അല്ലേ? 2,85. അതിൽ കുറയാണ്ട്? അതിൽ ഇനി കുറയൂല. 3 രൂപ പറഞ്ഞില്ല, അതാണ് ഇതിന്റെ വില ശരിക്കും കിട്ടേണ്ട വില. പിന്നെ നമ്മളെന്താ ഒരു വ്യാപാരം നടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിലയൊക്കെ പറയുന്നത്. അടിപൊളി. എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ. ഡീസലാണ്, LDI ആണ്. ലോൺ ആളുകൾക്ക് കാഴ്ച ഫുൾ ലോണും കിട്ടും കേട്ടോ. 3 രൂപ മേലെ ലോൺ. 16 വണ്ടിയല്ലേ, ഫുള്ള് ലോണും കിട്ടുന്ന എന്റെ പ്രതീക്ഷ. 3 രൂപ മേലെ ലോണും കയറും. നോക്കിക്കോളൂ. അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള അടിപൊളി റിറ്റ്സ് 16 മോഡൽ കേട്ടോ. മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന അടുത്തൊരു കിഡിലൻ സണ്ണിക്കുട്ടൻ അല്ലേ? അതെ അതെ, സണ്ണിക്കുട്ടൻ എന്ന് പറയാം. മൈലേജിന്റെ രാജാവ്. പിന്നെ നല്ല സെഡാൻ ടൈപ്പ് വണ്ടിയാണ്. പിന്നെ ഇതിന്റെ ബാക്കിൽ എന്താ സിമന്റോ മണ്ണോ മണലോ മെറ്റലോ എന്തോ കയറ്റേണ്ടവർക്ക് കയറ്റാം. ഡിക്ക് സ്പേസ് ഇല്ല എന്നുള്ള ഒരു പരാതി ഉണ്ടാവില്ല. അതുണ്ടാവില്ല. പക്ഷെ എന്ന് വെച്ച് കല്ലും മണ്ണും അല്ല, അങ്ങനെയല്ല. നമ്മളൊരു വില കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അല്ലാതെ വണ്ടി നമ്മൾ മോശമാക്കി പറയല്ല. എല്ലാ സംവിധാനത്തിനും പറ്റുന്ന ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മൈലേജ് ഉണ്ടോ വെച്ചാൽ മൈലേജ് ഉണ്ട്, വലിപ്പം ഉണ്ടോ വെച്ചാൽ വലിപ്പം ഉണ്ട്, ഡിക്ക് വലിപ്പം ഉണ്ടോ വെച്ചാൽ സ്പേസ് ഉണ്ട്. എല്ലാ സെറ്റപ്പിനും പറ്റിയ ഒരു വണ്ടിയാണ് സണ്ണി. ഡിക്കിൽ വേണമെങ്കിൽ ഒരാളെ ഇരുത്തി കൊണ്ടുപോകാം. അതെ അതെ അതെ. നല്ല നീറ്റ് വണ്ടി. ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഇത് എക്സൽ അല്ലേ? എക്സൽ ആണ്. 2013 സിംഗിൾ ഓണർ. ഇതൊക്കെ നമ്മൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ചിന് എടുത്ത വണ്ടിയാണ്. പക്ക വണ്ടിയാണ്. അതെ അല്ലേ? നല്ല നീറ്റ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതെ. ഇത് ഓടിയതോ?
ഇത് ഓടിയ കിലോമീറ്റർ ഇതിനകത്തുള്ളത് 1,70,000 കിലോമീറ്റർ. 1,70,000. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ എന്ത് കുഴപ്പം വരാനാ ജോ? സിംഗിൾ ഓണർ വണ്ടിയല്ല, ഒറ്റ കസ്റ്റമർ ഫാമിലി നമ്മളെ കയ്യിൽ നിന്ന്. ഇതിന്റെയൊക്കെ പ്രത്യേകത ഈ ചെറുവണ്ടികളൊക്കെ നമ്മൾ മേടിച്ച ആൾക്കാരെ നമ്പർ കൊടുക്കും, അവർക്ക് എല്ലാ ഡീറ്റെയിലും വിളിച്ചു ചോദിച്ചിട്ട് ഡൽഹി ഹരിയാനയും ഗുജറാത്തും ആകുമ്പോഴല്ലേ ബായ് സാബ് എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ മലയാളികളാകുമ്പോൾ അതിന്റെ ആവശ്യമല്ലല്ലോ. നമുക്ക് എന്താ ചെയ്യാം, വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഇതൊക്കെ എന്റെ ഓർമ്മ ശരിയാണ്, നമ്മളെ തിരൂര് മുസ്താഖ് മൂപ്പരെ കയ്യിൽ നമ്മൾ എക്സ്ചേഞ്ചിന് ഇനോമെന്ന് എക്സ്ചേഞ്ച് എടുത്താണ്. അപ്പൊ മൂപ്പരെ നമ്പർ കൊടുക്കും, ഒരു വിളിച്ച് ചോദിച്ചോട്ടെ കസ്റ്റമർ. എന്നിട്ട് അവർക്ക് റാഹത്താണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു എടുത്തോട്ടെ. ഇത് ഫിക്സ്ഡ് പ്രൈസ് ആയി, അത് 3 റുപ്യാണ് എല്ലാവരും യാർഡിലും ചോദിച്ചാൽ നമുക്ക് 2.5 ലക്ഷം ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട് ലാഭത്തിനല്ലിട്ട് കൊടുക്കുന്നത്, വാങ്ങിയ പർച്ചേസ് ചെയ്ത വിലക്ക് കൊടുക്കുക. 2,50,000 രൂപയ്ക്ക് നിസാൻ സണ്ണി 2013 വണ്ടി അല്ലേ? അതെ അതെ. എന്തായാലും നോക്കിക്കോ, ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയർ ഉണ്ട്. മിസ് ചെയ്യണ്ട, അതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ, നോക്കി വാങ്ങിക്കുക. 2.5 ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ബൊലേറോയും കൂടി കാണിച്ചു കൊടുക്കാം അല്ലെ? അതെ. ഇനിയിപ്പോ എന്ത് വേണം? അതെ, ഇനിയിപ്പോ ഇതിന്റെ ഒരു എന്തായി, ടയോട്ടയായി, മാരുതിയായി, പിന്നെ നിസാനായി, മഹീന്ദ്രയായി. അതെ, നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനവും നമ്മൾ കാണിച്ചു കൊടുക്കണ്ടല്ലോ. ഇത് ഏതാ മോഡല്? ഇത് 2011 DI ആണ്. 11 DI. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും, മൈലേജ് കൂടുതലായിരിക്കും. അതെ, കംപ്ലൈന്റ് ഉണ്ടാവില്ല, പിന്നെ മൈലേജും ഉണ്ടാവും. DI എഞ്ചിൻ തപ്പി നടക്കുന്നവരുണ്ട്. അതെ അതെ, DI എഞ്ചിൻ തപ്പി നടക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് മഴക്കാറ് കയറി പോയതുകൊണ്ട് കുറച്ച് വെളിച്ചം, ബ്രൈറ്റ്നെസ് ലേശം കുറവുണ്ട്. ഇന്റീരിയർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഈ അയച്ചു. നമുക്ക് ഈ ഒരു നേരെ വേഗം പറഞ്ഞു പോയാലോ? ഓ അതെ, റെഡിയാ. ഇത് 11 നമ്മൾ DI വണ്ടിയാണ്, 2011 ഡിമാൻഡ് ഉള്ള എഞ്ചിനുള്ള വണ്ടിയാണ്. ഇത് ഓടിയ കിലോമീറ്റർ 2011 ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് നോക്കിയിട്ട് വണ്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. വണ്ടി ക്വാളിറ്റിയാണ്. ഇതൊക്കെ ഇന്നോവ എക്സ്ചേഞ്ച് ചെയ്തെടുത്ത വണ്ടിയാണ്. 2,90,000 രൂപ. 2,90,000. 11 DI മോശമൊന്നുമില്ല, നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി വില ഉണ്ട്, 10 സുഖമായിട്ട് യാത്ര ചെയ്യാലോ. അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റ ആണെങ്കിൽ ക്രിസ്റ്റ KL5 AN 4444 ഇതിന്റെ നമ്പറാണ് ഹൈലൈറ്റ്. അത് കാണിച്ചു കൊടുക്കുക, 1 ലക്ഷം രൂപന്റെ നമ്പറാണ്. 44. ഇത് കണ്ടാൽ ഒരു Z ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ആൻഡ്രോയിഡ്, നല്ല പ്രൊജക്ടർ ലൈറ്റ്, റൂഫ് റെയിൽ, സൈഡ് സ്റ്റെപ്പ്, ബാക്ക് സ്കേർട്ട്, എല്ലാ സാധനവും ഉണ്ട്. നല്ല സൂപ്പർ സീറ്റ് പറയേണ്ടത് ഇതിന്റെ ഒരു അതെ അതെ അടിപൊളി സാധനം. അതെ, 2016 GX ഓട്ടോമാറ്റിക് ആണ്. ഇത് സെഡിലേക്ക് എല്ലാ ഭാഗം കൊണ്ടും കൺവെർട്ട് ചെയ്ത വണ്ടി. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 16 റുപ്യ കൊടുക്കാം. 16 ലക്ഷം റുപ്യക്ക് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി അതെന്തായാലും കൊള്ളാട്ടോ, അത് നല്ല പ്രൈസ് ആണ്, നിങ്ങൾ നോക്കിക്കോളൂ. ഒറിജിനൽ കേരള നമ്പറാണ് ഹൈലൈറ്റ്. 1 ലക്ഷം റുപ്യ ലേലത്തിൽ എടുത്ത നമ്പറുള്ള വണ്ടിയാണ്. 360 ക്യാമറ ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഇതുമ്മ ഒന്നും കുറവില്ല, ചെയ്യാൻ A to Z ഇതുമ്മ ചെയ്തതാണ്. അലോവിയിൽ കണ്ടാൽ തന്നെ അറിയാം. ഈ ബൊലേറോ ആണെങ്കിലോ? ഈ ബൊലേറോ 2016 പവർ പ്ലസ് ആണ്, ZLX പവർ പ്ലസ്. അതെ അതെ അതെ, ഇത് നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. അതെ അതെ, 16 അപേക്ഷിച്ച് കുഴപ്പമില്ല. ഒന്ന് പോളിഷും ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഉഷാറാക്കി കുട്ടപ്പനാക്കിയിട്ടാണ് കൊടുക്കുക അല്ലേ? ചെറിയൊരു മങ്ങലുണ്ട്, അന്ന് പോളിഷ് ചെയ്ത് തന്നെ ഉള്ളൂ. അതിന് ഇത് ഒന്നാമത് പ്യൂർ വൈറ്റ് അല്ല, ഇതാ ശരിക്കും മിൽക്കി വൈറ്റ് ആണ് കളർ. അപ്പൊ ചെറിയൊരു മഞ്ഞ സൈഡ് എന്തായാലും ഓൾറെഡി ഉണ്ടാവും. ഇതിപ്പോ മോഡൽ ഏതാ പറഞ്ഞത്? 16 ZLX പവർ പ്ലസ്. ഓടിയതോ? ഇത് ഓടിയ കിലോമീറ്റർ 1,80,000 കിലോമീറ്റർ. 1,50,000. 6 റുപ്യന്റെ വണ്ടിയാണ്. നമുക്ക് 5,45,000 ഇട്ടേ കൊടുക്കാം. 5,70,000 ഫുള്ള് ലോണും കിട്ടും കേട്ടോ. 5,45 ലക്ഷം റുപ്യ ഫുള്ള് ലോണും കിട്ടും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഡിസ്കൗണ്ട് അതൊക്കെ എന്തായാലും നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് അജുവിന്റെ വീഡിയോ ആണ്. റോഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ എന്തിട്ടില്ല, മടക്കി വിട്ടിട്ടില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്രിസ്റ്റ ഇവിടെ കിടക്കണ്ടല്ലോ. ഇതാണെങ്കിലോ 2018 മോഡലാണ് ഈ വണ്ടി. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഒറിജിനൽ കിലോമീറ്റർ 82,000 കിലോമീറ്റർ, ഏറ്റവും ലോ കിലോമീറ്റർ എന്ന് നമുക്ക് അവകാശപ്പെടാം. 2018 ഗ്യാരണ്ടി ടയോട്ട സർവീസ് ഉള്ള വണ്ടി. അമ്മാന ടയോട്ടയിൽ അടക്കം സർവീസ് ചെയ്ത വണ്ടി. ജെന്യൂൻ അല്ലെങ്കിൽ വണ്ടി തിരിച്ചു കൊടുക്കാം. പൈസ ജെന്യൂൻ അല്ലെങ്കിൽ 50,000 രൂപ ഏറെ ഞാൻ കൊടുക്കും. തെളിയിക്കുന്നോന് ഈ വണ്ടി സർവീസ് കിലോമീറ്റർ ജെന്യൂൻ അല്ല എന്ന് പറയുന്നോന് 50,000 രൂപ അങ്ങോട്ട് കൊടുക്കും. നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തെളിയിക്കണല്ലേ? അല്ല, എന്താ സംശയം? ഇത് 18 മോഡലാണ്, ലോ കിലോമീറ്റർ ആണ്, G4 ആണ്, സെക്കൻഡ് ഓണർ ആണ്, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ, 16 ലക്ഷം രൂപ IDV ഒക്കെ ഉണ്ട്. KL57 പേപ്പർ ആയത്. അതെ അതെ, എന്ത് വിലക്ക് കൊടുക്കാം? 16,000 രൂപയാണ്. മാനസിക പരിഗണന വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അതെ അതെ, നല്ല അടിപൊളി XUV കൂടി ഉണ്ടല്ലോ. 2013 ഫാൻസി നമ്പർ. മുന്നിൽ നോക്കിയാലും ബാക്കിൽ നോക്കിയാലൊക്കെ 4567. അതെ, ഇത് നല്ല ഇന്റീരിയർ ആണ്. അതെ, 13 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. W8 അന്നത്തെ ഫുള്ളോട്. 13 ഏറ്റവും ഫുള്ളോടാണല്ലോ W8. അതെ അതെ അതെ, സൺറൂഫ് ഒന്നും അന്ന് വരില്ല. 13 സൺറൂഫ് ഇല്ല. 4 ടയറും കാര്യങ്ങളും റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നുമില്ല. ആ വണ്ടി 13 അപേക്ഷിച്ച് ക്വാളിറ്റി വണ്ടി. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 5 ലക്ഷം റുപ്യ കൊടുക്കാം. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,40,000 കിലോമീറ്റർ ജെന്യൂനാ അല്ലേ? അടിപൊളി. 1,40,000 1.5 ലക്ഷം രൂപ. അതെ 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 അതെ. അല്ല, വില എത്ര? 5
വില നമ്മൾ ആവശ്യപ്പെടുന്ന 5 ലക്ഷം റുപ്യ നെറ്റ് കിട്ടിയാൽ കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സോറി 190 കമ്പനി സർവീസ് കേട്ടോ, 1,90,000 കിലോമീറ്റർ ജെന്യൂൻ സർവീസ്, ഷോറൂം സർവീസ് ഉള്ള വണ്ടി. കിലോമീറ്ററിനകത്ത് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് 13 വണ്ടി. അതെ അതെ, 5 ലക്ഷം റുപ്യക്ക് 13 വണ്ടി. ഈ ഫോർച്യൂണർ നിലവിൽ UK കാരനാണ്. നമുക്ക് 2011 4x4 മാനുവല്. 4x4 മാനുവൽ മെയിൻ സാധനം അല്ലേ? അതെ അതെ, വന്ന അതേ കണ്ടീഷനിൽ ടൈപ്പ് 1 വേണമെങ്കിൽ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്ത് ആവശ്യക്കാർക്ക് നമുക്ക് ചെയ്തും കൊടുക്കാം. അതിന്റെ അഡീഷണൽ പൈസ അവർ തരാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെ? ഇപ്പൊ UK ആണ്, ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കൂലേ? അതെ ചെയ്ത് കൊടുക്കും. ഇത് KL 10ലേക്ക് NOC ഉണ്ട്, നമ്മൾ KL 10 ചെയ്ത് കൊടുക്കും. നല്ല വൃത്തിയില്ല. അതെ അതെ, 10 അപേക്ഷിച്ച് 11 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി. ഓടിയ കിലോമീറ്റർ 240. 2,40,000 അതെ അതെ, ജെന്യൂൻ ആവും. 11 മോഡൽ. അതും 4 വീലോ മാനുവൽ ആണ്. 4x4 മാനുവൽ. അതെ, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? 9 റുപ്യ അത് കൊടുത്തു വിടാം. 9 ലക്ഷം റുപ്യക്ക് വിത്ത് KL ബോർഡ് വെച്ചിട്ട്, KL ബോർഡ് വെച്ച് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. ബോർഡ് മാത്രം വെച്ചാൽ പോരാ, രജിസ്റ്റർ ചെയ്യണമെങ്കിൽ UK എന്നുള്ളത് KL ആവണമെങ്കിൽ ടാക്സ് അടക്കണ്ടേ? നല്ല നമ്പർ കിട്ടുള്ളൂ. ഒരു 1.5 ലക്ഷം റുപ്യ ടാക്സും വേണ്ടേ? അതെന്തായാലും വരും. 9 ലക്ഷം റുപ്യ കൈ കിട്ടിയ വണ്ടിയും ചെയ്തു കൊടുക്കുക, ഫുൾ പരിപാടിയും തീർത്തു കൊടുക്കും, പിരിച്ചു വിടും നമ്മൾ. അടിപൊളി. അതുപോലെ തന്നെ ഈ ഐട്ടൺ ആണെങ്കിലോ, ഇത് ഐട്ടൺ ഒരു ചെറുകിടക്കാരന്റെ വണ്ടിയാണ്. 2015-16 ഐട്ടൺ, പിന്നെ മിഡിൽ ഓപ്ഷൻ മാഗ്നയാണ്. ഡീസലാ? പെട്രോൾ അല്ലേ? നല്ല ഇന്റീരിയർ ഒക്കെ ഉണ്ട്. നിലമ്പൂരുകാരോട് നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ്. നിലമ്പൂർ അഡ്രസ്സിൽ കസ്റ്റമർ, ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമർ നമ്പർ നമ്മൾ കൊടുക്കും, അവര് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് സൂപ്പർ വണ്ടി. അത് അപകടങ്ങളൊന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. അതൊക്കെ നമ്മൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിന് ചെറുവണ്ടി വരുമ്പോൾ നമ്മൾ എടുക്കൂല അറിയാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ 3.5 റുപ്യാണ് ആസ്ക് ചെയ്യുന്നത്. 2015-16 അല്ലേ? കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും കുറെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. 3.5 റുപ്യക്ക് വാങ്ങിയ മുതലാ. എക്സ്ചേഞ്ചിൽ നമ്മൾ 3.5 റുപ്യക്ക് എടുത്തതാ. 5-10 കുറയാണെങ്കിലും കൊടുക്കാം. അല്ല കൂട്ടൂല, കച്ചവടത്തിൽ ജയപരാജയം ഉണ്ടാവുമല്ലോ. നമ്മളെന്ത് ചെയ്യാ, കൊടുത്തു. അതായത് മുടക്കിയ വിലയും കിട്ടിയാൽ മതി, മുതലങ്ങ് പോയാൽ അത് മതി. നമ്മൾ ഒന്നും ലാഭം എടുത്താൽ മതി. എല്ലാം കൂടി നമ്മൾ ലാഭം എടുക്കാൻ ഉദ്ദേശിച്ച വ്യാപാരം നടക്കൂല. അതാണ്, അതൊക്കെയാണ് സാമാന്യ മര്യാദ. അതെ അതെ അതെ, ആ മര്യാദ എല്ലാരും കാണിച്ചിരുന്നെങ്കിൽ എന്ത് തന്നായിരുന്നു. അതെ അതെ. ഇതാണെങ്കിലോ, ഇത് 2014 Z ഇന്നോവയാണ്, റീ രജിസ്ട്രേഷൻ ആണ്. 14 Z അധികം അങ്ങനെ കാണാറില്ല. അതെ അതെ, Z വളരെ നമ്മുടെ അടുത്ത് തന്നെ ഒറ്റ വണ്ടിയെ Z ഉള്ളൂ. അത് ഈ ഷേപ്പിൽ കേട്ടോ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റെക്കോർഡ് പ്രകാരം വളരെ ലോ കിലോമീറ്റർ വണ്ടി, 30,000 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. അതായത് ഇപ്പൊ ഇതിൽ 28,000 സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് 25 കഴിഞ്ഞിട്ടുണ്ട്, 23 കഴിഞ്ഞിട്ടുണ്ട്, 20 കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ അത്രേ ഉള്ളൂ, 30,000 ഉള്ളൂ. ഷോറൂം പ്രകാരം റെഡിയാണ്. അപ്പൊ ഞാൻ അതൊന്നും ഗ്യാരണ്ടി പറയില്ല. 14 വണ്ടി 30 ഓടിയുള്ള ഭയങ്കര അത്ഭുതം എനിക്ക് തോന്നുന്നു. ചെറിയ അത്ഭുതം. അപ്പൊ എന്തായാലും സർവീസ് റെക്കോർഡ് പ്രകാരം പക്കയാണ്, ഗ്യാരണ്ടിയാണ്. വരുന്ന ആളുകൾ ഷോറൂം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാൽ കിലോമീറ്റർ ഓടിയണമെങ്കിൽ 50,000 റുപ്യ ഞാൻ കൊടുക്കും. എങ്ങനെ? ഈ വണ്ടി ഇതിലുള്ള കിലോമീറ്ററിൽ 28,000 30,000 ഷോറൂമിൽ ഇപ്പൊ കറക്റ്റ് ഹിസ്റ്ററി ഉള്ളതല്ലേ? അതെ, അതിൽ കൂടുതൽ ഇല്ലാന്നാ ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയൂല, നമ്മളെന്ത് ചെയ്യൂല, നമുക്കൊരു വണ്ടി കാണുമ്പോൾ ഉണ്ടാവൂല. എന്തായാലും 10 കൊല്ലം കൊണ്ട് ഒരു വണ്ടി 30,000 കിലോമീറ്റർ ഒന്നല്ല ഓടുക. അപ്പൊ എന്തായാലും സർവീസ് റെക്കോർഡ് പ്രകാരം പക്കയാണ്, ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയിൽ അവർക്ക് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് വേറെ ബാക്കി വേണമെങ്കിൽ ചെക്ക് ചെയ്തു. അതെ അതെ, വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്തല്ലേ സ്ഥിതി എന്താ? അത്രയൊക്കെ അല്ല, നമ്മൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. സർവീസ് റെക്കോർഡ് പ്രകാരം ജെന്യൂൻ ആണ് അജോ. പക്ഷെ എന്റെ കാഴ്ചയിൽ അത്രയല്ല ഓടുക എന്നാ ഞാൻ പറയുന്നത്. 10 കൊല്ലം കൊണ്ട് ഒരു വണ്ടി എന്തായാലും 1,75,000 കിലോമീറ്റർ എങ്കിലും ഓടണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. പിന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോ ചിലത് അങ്ങനെ പക്ഷെ റെഡി ആവും. എന്തായാലും 14 Z ആണ്, ലോ കിലോമീറ്റർ ആണ്, 30,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ വില നമ്മൾ ആസ്ക് ചെയ്യുന്നത് 10 റുപ്യാണ്. നമുക്ക് ഒരു 9.5 റുപ്യ അത് കൊടുക്കും ചെയ്യും. 14 Z അല്ലേ? 14 Z അടിപൊളി. 14 ഏറ്റവും അങ്ങേറ്റം ടോപ്പ് വണ്ടി. അതെ അതെ, അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടി. 9 ലക്ഷം രൂപയ്ക്ക് 9 ലക്ഷം റുപ്യക്ക് വിത്ത് ഫുൾ കവർ ഇൻഷൂർ, 10 ലക്ഷം റുപ്യ ഇൻഷൂർ കൊടുത്തു. അടിപൊളി. അപ്പൊ എന്തായാലും മിസ് ചെയ്യണ്ട, അവിടെ നോക്കിക്കോ. അപ്പൊ നമ്മുടെ റെഡ് ബെൽ യൂസേഴ്സിൽ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ്ടി അല്ലേ? അതെ അതെ, ഫോർച്യൂണർ ആണ്, അതും വൈറ്റ് കളർ വണ്ടിയാണ്. ഇപ്പൊ ഇനി ഇവിടെ നമ്മളിപ്പോ ഈ ഒരു എപ്പിസോഡിൽ ഇതായി കിടക്കുന്നത് മുഴുവൻ നിങ്ങളെ കാണിച്ചു തന്നു. അത് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ ഒരു നേരത്തെ കുറേണ്ടത് ഇന്റീരിയർ ഞാൻ കാണിച്ചിട്ടില്ല, അതിന്റെ കാരണം കുറവായതുകൊണ്ട്. അപ്പൊ ഇതിപ്പോ ലാസ്റ്റ് വണ്ടി ഏതാ മോഡല്? ഇത് 2012 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. അതായത് 4 വീല് പൊളിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ 2 വീൽ ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ ഗിയർ മാറ്റി കഷ്ടപ്പെടേണ്ട, ട്രാഫിക്കിന് അടിപൊളിയാണ്. ഇത് 12 എത്ര ഓടിയുണ്ട്? 12 ഈ കിലോമീറ്റർ ഓടിയ വണ്ടി അജോ. ഇത് കസ്റ്റമറെ വണ്ടിയാണ് ആയതുകൊണ്ട് 190 കിലോമീറ്റർ ജെന്യൂൻ ആണ് നമ്മൾ അവകാശപ്പെടാൻ. ഞാൻ നമുക്ക് ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കാം അല്ലേ? എന്തായാലും 2012 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി, നല്ല അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതെ അതെ. ഇത് നമുക്ക് എന്ത് വരെയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 12 ലക്ഷം റുപ്യ കൊടുക്കാം. 12 ലക്ഷം രൂപയ്ക്ക് 12 വണ്ടി. അതെ, അടിപൊളി. അതും 2 വീൽ ഓട്ടോമാറ്റിക്. അതെ, പക്കയല്ലേ വണ്ടി? വണ്ടി മെക്കാനിക്കൽ പക്കയാണ് അല്ലേ? അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇല്ല, ടൈപ്പ് 2 ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോട്ടെ, നല്ല വൃത്തിയുള്ള ക്ലീൻ പീസ് വണ്ടികളാണ്. ഇതൊക്കെ ഒന്നും മിസ് ചെയ്തിട്ടോ, ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ റെഡ് ബെൽ യൂസ് ചാർജിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്നത്. ലേശം ഇരുടെ ഇപ്പൊ ലേശം മഴക്കാർ വന്നുകൊണ്ട്
കുറച്ച് വണ്ടികളുടെ ഇന്റീരിയർ കാണിക്കാൻ അതെ, പറ്റില്ല, അതെ, അതെ. അയച്ചു കൊടുക്കണ്ടല്ലോ. ആവശ്യക്കാര്യങ്ങൾ വിളിച്ചോളി, നമ്മൾ അയച്ചു തരും, അതിൽ തർക്കല്ല. ഏത് വണ്ടി വേണോ നിങ്ങളൊന്ന് വന്ന് നോക്കിക്കോളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് നോക്കിയിട്ട് പോവാം. മിനിമം നിങ്ങളൊന്ന് വന്ന് നോക്കുക, വന്ന് നോക്കിയിട്ട് വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം വേറെ എവിടെയെങ്കിലും പോകട്ടെ. കാരണം അത്രയും നല്ല വണ്ടികൾ ഇവിടെ കിടക്കുന്നതൊക്കെ നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നോക്കാണ്ട് ഒരിക്കലും പലരുടെയും കമന്റ് കേട്ടിട്ടൊന്നും മിണ്ടാണ്ട് പോകരുത് അല്ലേ? ഈ കമന്റിലൊന്നും ഒരു കാര്യമില്ല. ആളുകൾ എന്താ ഒരു പണിയില്ലാത്ത വെറുതെ കമന്റ് അടിക്കും, അതിനൊന്നും നമ്മൾ മൈൻഡ് തന്നെ ചെയ്യണ്ട. ആവശ്യമുള്ളവനൊക്കെ വരുന്നു വാങ്ങുന്നു. എല്ലാ വീഡിയോയിലും നമ്മൾ 40-50 വണ്ടി കാണിക്കാറുണ്ട്. കാരണം ആ വണ്ടികൾ മാത്രം ഇട്ടിട്ടാണെങ്കിൽ ഇയാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വണ്ടിയും വേണ്ട ഒരു ഓരോ കമന്റാണ് നമ്മൾ ഓരോ വളർച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ. അതെ, നല്ല തെറിയൊക്കെ പറയുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ ആരും അത് മൈൻഡ് ആക്കാറില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നല്ല വണ്ടികളാണ്, വന്ന് നോക്കിക്കോളൂ. നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും കാറ്റലോഗും എല്ലാം അയച്ചു തരും. അപ്പൊ എന്തായാലും ഇരുടായി.